ഹൈ ഫ്രണ്ട്സ്, ചെസ് മാസ്റ്റർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഖായൽ താലിന്റെ അതിഗംഭീരമായ മറ്റൊരു അറ്റാക്കിംഗ് ഗെയിം. ഇവിടെ മിഖായൽ താൽ വൈറ്റ് പീസുകൾ എടുത്തിരിക്കുന്നു, ബ്ലാക്ക് പീസുകൾ എടുത്തിരിക്കുന്ന വുൾഫ് ഗാങ് ഉൾമാൻ എന്ന പ്ലെയർ. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു പോൺ E4 കളിച്ചുകൊണ്ട് പോൺ E6 ഫ്രഞ്ച് ഡിഫൻസ്. താൽ ഇവിടെ പോൺ D4 കളിക്കുന്നു, മെയിൻ മൂവ് ഇവിടെ വരുന്നു പോൺ D5. ഇവിടെ നൈറ്റ് D2 കളിച്ച് ഫ്രഞ്ച് ഡിഫൻസിന്റെ ടറാഷ് വേരിയേഷനിലേക്കാണ് താൽ കടന്നിരിക്കുന്നത്. ഉടൻ വരുന്നു പോൺ C5 മെയിൻ മൂവ്. നൈറ്റ് F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു മിഖായൽ താൽ. നൈറ്റ് C6, ബിഷപ്പ് B5, നൈറ്റിനെ പിൻ ചെയ്യുന്നു. പോൺ ടെക്സ് പോൺ വരുന്നു, നൈറ്റ് ടെക്സ് പോൺ. ഇവിടെ ബിഷപ്പ് D7, അപ്പോൾ ബിഷപ്പ് G5, ക്വീനിൽ അറ്റാക്ക്. ക്വീൻ വരുന്നു A5ലേക്ക്, ചെക്ക് കൊടുത്തുകൊണ്ട് ഈ ഒരു ബിഷപ്പിനെ കൂടി അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ നൈറ്റ് C3 കളിച്ചുകൊണ്ട് ആ ചെക്കിനെ ബ്ലോക്ക് ചെയ്യുന്നു. അതേപോലെ ഈ ഒരു ബിഷപ്പിനെ ഡിഫെൻഡ് ചെയ്യുന്നു. ഉടനെ പോൺ ടെക്സ് പോൺ, നൈറ്റ് ടെക്സ് പോൺ. ഇവിടെ വരുന്നു ബിഷപ്പ് B4, നൈറ്റിൽ വീണ്ടും അറ്റാക്ക്. രണ്ട് പീസുകൾ ഉപയോഗിച്ച് ഈ ഒരു നൈറ്റിൽ അറ്റാക്ക് ചെയ്യുന്നു. നമുക്ക് കാണാം ബിഷപ്പ് ടെക്സ് നൈറ്റ്, പോൺ ടെക്സ് ബിഷപ്പ്. അപ്പോൾ ക്വീൻ ടെക്സ് പോൺ, ഈ ഒരു ചെക്കും അതേപോലെ ഒരു പോണിനെ വിൻ ചെയ്യാൻ സാധിക്കും അല്ലേ. അങ്ങനെ ഈ ഒരു പോണിനെ കൂടുതൽ കിട്ടും ബ്ലാക്കിന്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ പോണിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് മിഖായൽ താൽ കളിക്കുകയാണ് കാസ്ലിംഗ് കിങ് സൈഡ്. ഒരു ക്ലിയർ പോൺ സാക്രിഫൈസ്. വരുന്നു ബിഷപ്പ് ടെക്സ് നൈറ്റ്, പോൺ ടെക്സ് ബിഷപ്പ്, ക്വീൻ ടെക്സ് പോൺ. ഒരു പോൺ ഡൗൺ ആയിരിക്കുകയാണ് മിഖായൽ താൽ. എന്നാൽ ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്ത മിഖായൽ താലിൻ്റെ നെക്സ്റ്റ് മൂവ് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കാം. മിഖായൽ താലിൻ്റെ നെക്സ്റ്റ് മൂവ് റെഡി. ഈ ഒരു പൊസിഷനിൽ വെച്ച് മിഖായൽ താൽ കളിക്കുന്നത് നൈറ്റ് F5, ഒരു നൈറ്റ് സാക്രിഫൈസ് കൂടി. ഇവിടെ വരുന്നു പോൺ ടെക്സ് നൈറ്റ്, ഫ്രീ ആയി ഒരു നൈറ്റിനെ കൂടി കിട്ടിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നമുക്ക് കാണാം കിങ്ങിൻ്റെ ലൈൻ ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ വരുന്നു റൂക്ക് E1 ചെക്ക്. റൂക്കിൻ്റെ ഒരു സെൻട്രൽ കൺട്രോൾ ഇവിടെ കാണാം. ബിഷപ്പ് E6ലേക്ക് കളിച്ചുകൊണ്ട് ആ ഒരു ചെക്കിനെ ഡിഫെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല അല്ലേ, ഒരു നൈറ്റിനെയും പോണിനെയും അധികമായി കിട്ടിയിരിക്കുകയാണ് ബ്ലാക്കിന്. എന്നാൽ വരുന്നു ക്വീൻ D6, ഒരു ക്വീൻ സെൻട്രലൈസേഷൻ അറ്റാക്കിലേക്ക് വന്നിരിക്കുകയാണ് ക്വീൻ. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ചെക്ക് മേറ്റിങ്ങിനുള്ള ഒരു ത്രെട്ട് ഇല്ല അല്ലേ, കാരണം എല്ലാം ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സ്ക്വയർ. ഇവിടെ പോൺ A6 കളിച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ നമുക്ക് കാണാം മിഖായൽ താലിൻ്റെ ഈ ഒരു ബിഷപ്പ് റീറൗട്ട് ചെയ്തുകൊണ്ട് എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതെന്ന്. ആദ്യം വരുന്നു ബിഷപ്പ് D2, ക്വീനിൽ അറ്റാക്ക്. ക്വീൻ ടെക്സ് പോൺ, വീണ്ടും ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ് മിഖായൽ താൽ. അതുമാത്രമല്ല ഈ ഒരു ബിഷപ്പ് കൂടി ഇപ്പോൾ അറ്റാക്കിലാണുള്ളത്. ബിഷപ്പ് B4, നമുക്ക് കാണാം ഈ രണ്ട് പീസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അറ്റാക്ക്. ഇവിടെ വീണ്ടും ഒരു ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് പോൺ ടെക്സ് ബിഷപ്പ്, ബ്ലാക്ക് കളിക്കുന്നു. അങ്ങനെ ക്ലിയറായി ഇവിടെ നൈറ്റിനെയും രണ്ട് പോണുകളെയും അതിനുശേഷം ഒരു ബിഷപ്പിനെയും സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ് മിഖായൽ താൽ. എന്നാൽ ഉടൻ വരുന്നു താലിൻ്റെ നെക്സ്റ്റ് മൂവ്, ക്വീൻ F8 ചെക്ക്. കാണാം ഈ ഒരു ലൈനിലാണ് റൂക്കുള്ളത്. അത് മാത്രമല്ല ഗെയിം പ്രൊസീഡ് ചെയ്തപ്പോൾ നമുക്ക് നോക്കാം കിങ് D7ലേക്ക് മാറുന്നു. അപ്പോൾ റൂക്ക് കൊണ്ട് ആദ്യം ഒരു ചെക്ക്, റൂക്ക് D1 ചെക്ക്. കിങ് C7ലേക്ക് മാറിയപ്പോൾ ക്വീൻ ടേക്സ് റൂക്ക്. ഈ ഒരു പൊസിഷനിൽ വെച്ച് ബ്ലാക്ക് റിസൈൻ ചെയ്യുകയാണ്. കാരണം എന്താണ്, നമുക്ക് കാണാം ഇവിടെ വൈറ്റിൻ്റെ രണ്ട് റൂക്കുകൾ കണക്റ്റഡ് ആണ്. അതുപോലെ ഈ ഒരു ഫയൽ ഇവിടെ റൂക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട്. കിങ്ങിന് ഇങ്ങോട്ടേക്ക് എസ്കേപ്പ് ചെയ്യാനേ സാധ്യമല്ല. ആകെ കിങ്ങിന് ഇങ്ങോട്ടേക്കാണ് എസ്കേപ്പ് ചെയ്യാൻ ഉള്ള ഒരു ചാൻസ്. അത് ക്വീനും ഈ ഒരു ബിഷപ്പും കൂടി നല്ലൊരു കോമ്പിനേഷനിൽ ഡാർക്ക് സ്ക്വയർ കൺട്രോൾ ചെയ്ത് അറ്റാക്ക് ചെയ്യും. അതുമാത്രമല്ല ഇവിടെ നമുക്ക് കാണാം ഈ ഒരു നൈറ്റ് ഇവിടെ ട്രാപ്പായിരിക്കുകയാണ്. കാരണം നൈറ്റിനെ മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത റൂക്കിനെ കൂടി വെട്ടിമാറ്റാം മിഖായൽ താലിന്. അതുകൊണ്ട് ഈ രണ്ട് പീസുകൾ മരവിച്ചിരിക്കുകയാണ്. ഇവിടെ നീക്കാൻ പറ്റാതെ ഈ ഒരു റൂക്കും ഈ ഒരു നൈറ്റും ഗെയിമിൽ ഇല്ല എന്ന് വേണം പറയാൻ. അത് മാത്രമല്ല മറ്റൊരു പ്രശ്നം എന്താണ്, ഇവിടെ ഒരു പോണിനെ വല്ലതും നീക്കിയെന്ന് വിചാരിക്കുക, ഉടൻ വരും റൂക്ക് C1, ഈ ഒരു ക്വീനിൽ അറ്റാക്ക്. ക്വീൻ മാറിക്കഴിഞ്ഞാൽ, എങ്ങോട്ടേക്കെങ്കിലും മാറിക്കഴിഞ്ഞാൽ ഉടൻ വരും ഈ ഒരു ക്വീന് കൊണ്ട് ചെക്ക് മേറ്റ്. ഓക്കെ, അതായത് ഈ ഒരു ക്വീൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ നൈറ്റ് പിൻഡാവും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഇവിടെ ഒരു പോണിനെ വല്ലതും കളിച്ചു കഴിഞ്ഞാൽ റൂക്ക് കൊണ്ട് ക്വീനിൽ അറ്റാക്ക്. ക്വീൻ എങ്ങോട്ടെങ്കിലും മാറിക്കഴിഞ്ഞാൽ
ഇവിടെ ക്വീൻ കൊണ്ട് ചെക്ക് മേറ്റ്. കാരണം ഈ ഒരു നൈറ്റ് ഇവിടെ പിൻഡാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ വെച്ച് റൂക്ക് ക്വീൻ ടേക്സ് റൂക്ക് കളിച്ചപ്പോൾ ബ്ലാക്കിന് പ്രത്യേകിച്ച് നല്ല നീക്കങ്ങളൊന്നും ഇല്ല. ആ ഒരു പൊസിഷനിൽ വെച്ച് ബ്ലാക്ക് ഇവിടെ റിസൈൻ ചെയ്യുകയാണ്. ഇവിടെ ഈ ഒരു ക്വീനൊക്കെ വന്ന് ഇങ്ങനെ ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫറൊക്കെ കൊടുക്കാൻ ശ്രമിക്കാം. എന്നാലും മറ്റൊരു അറ്റാക്കിൽ തന്നെ വൈറ്റിന് ചാൻസ് ഉണ്ട്. ക്വീനെ ഇവിടെ ഫേറ്റിൽ കളിച്ചുകൊണ്ട് നമുക്ക് കാണാം ഈ ഒരു സ്ക്വയറിലേക്ക് വന്ന് ചെക്ക് കൊടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല ക്വീൻ ടേക്സ് പോൺ, അതിനുശേഷം ഈ ഒരു റൂക്കിനെ വെട്ടി മാറ്റാനും സാധിക്കും. ഇവിടെ ഈ ഒരു നൈറ്റിനെ മാറ്റാനേ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ബ്ലാക്ക് ഉള്ളത്. അങ്ങനെ ഈ ഒരു പൊസിഷനിൽ വെച്ച് അതിഗംഭീരമായ അറ്റാക്ക് വരാൻ പോകുന്നു എന്നറിഞ്ഞ ബ്ലാക്ക് ഗെയിം റിസൈൻ ചെയ്യുകയാണ്. അതിമനോഹരമായ ഒരു അറ്റാക്കിംഗ് ഗെയിം. മിഖായൽ താലിൻ്റെ നൈറ്റ് സാക്രിഫൈസ്, അതിനുശേഷം ബിഷപ്പ് സാക്രിഫൈസ്, 2 പോണുകളെ മുന്നേ തന്നെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ അതിഗംഭീരമായ ഒരു അറ്റാക്കിംഗ് കോമ്പിനേഷൻ മിഖായൽ താലിൻ്റെ നമ്മളിൽ കണ്ടു കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. ഇതേപോലെയുള്ള മിഖായൽ താലിൻ്റെ അറ്റാക്കിംഗ് വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.